നമസ്കാരം. ഈ ദിവസം ഇതുവരെയുള്ള വാർത്തകളുമായി ലൈവ് at 6 തുടങ്ങുന്നു. പ്രധാന തലക്കെട്ടുകൾ നോക്കാം. LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന് കേരള കോൺഗ്രസ് എം. 5 MLA-മാരെ അണിനിരത്തി പ്രഖ്യാപനം. UDF ചവിട്ടി പുറത്താക്കിയപ്പോൾ സംരക്ഷിച്ചത് പിണറായി. മുന്നണി മാറ്റം തുറക്കാത്ത അധ്യായമെന്ന് ജോസ് കെ മാണി. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞല്ലോ, ഇത് ഈ പറയുന്ന അധ്യായം തുറക്കാത്ത ഒരു അധ്യായമാണല്ലോ. പിന്നെ എന്തിനു ചർച്ച ചെയ്യണം? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾക്കായി അവകാശവാദം. 15 സീറ്റ് ചോദിക്കും, 13 വേണമെന്ന് ജോസ് കെ മാണി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാം ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ ശബ്ദ സന്ദേശം ന്യൂസ് 18. തലയും വാലുമില്ലാത്ത ചാറ്റുകൾ പുറത്തുവിട്ടത് അധിക്ഷേപിക്കാൻ. കാണാൻ സമയം ചോദിച്ചത് ആരോപണങ്ങളെക്കുറിച്ച് സംസാരിക്കാനെന്നും യുവതി. 4 മണിക്കൂർ കാണുമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എനിക്ക് എല്ലാ കാര്യങ്ങളും ഇന്ന് സമാധാനത്തോടെ ഇന്ന് സംസാരിച്ച് ഐ നീഡ് ക്ലോഷർ, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. വിധി പ്രസ്താവം നാളെ. സോളാർ പ്രതി ബിജു രാധാകൃഷ്ണന്റെ തട്ടിപ്പ് തമിഴ്നാട്ടിലും. CSR ഫണ്ടിന്റെ പേരിൽ തട്ടിയത് കോടികൾ. നിർണായക വിവരങ്ങൾ ന്യൂസ് 18. കോയമ്പത്തൂരിലും മധുരയിലും പുതുച്ചേരിയിലും സമ്മിറ്റുകൾ. പണം നഷ്ടമായവരിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ജി സുധാകരനും തോമസ് ഐസക്കും EP ജയരാജനും മത്സരിക്കണമെന്ന് CPM. KK ശൈലജയും മത്സരിച്ചേക്കും. ടേം വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കാലത്തെ ദേവസ്വം ബോർഡിനും കുരുക്ക്. പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് വാജിവാഹനം കൈമാറിയത് ചട്ടങ്ങൾ ലംഘിച്ച്. ദേവചൈതന്യമുള്ള വസ്തുക്കൾ പൊതുസ്വത്തെന്ന് 2012 ഉത്തരവ്. ആചാരം പിന്തുടർന്നു എന്ന ന്യായീകരണവുമായി അജയ് തറയിൽ. മലപ്പുറം കരുവാരക്കുണ്ടിൽ 14-കാരിയുടെ കൊലപാതകത്തിൽ +1 വിദ്യാർത്ഥി കസ്റ്റഡിയിൽ. പെൺകുട്ടി ബലാത്സംഗത്തിനിരയായെന്ന് സൂചന. 9ാം ക്ലാസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേ ട്രാക്കിന് സമീപം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി പോരാട്ടം മുറുകുന്നു. കോഴിക്കോടും കണ്ണൂരും തൃശൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം. മഹാരാഷ്ട്രയിലെ തദ്ദേശ പോരിൽ BJP മുന്നേറ്റം. മുംബൈ കോർപ്പറേഷനിൽ 26 വർഷത്തെ താക്കറെ ഭരണം അവസാനിപ്പിച്ച മഹായുതി സഖ്യം. മോദിയുടെ നേതൃത്വത്തിൽ BJP വീണ്ടും ചരിത്രം കുറിച്ചെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. ഇറാനോട് മയപ്പെട്ട അമേരിക്ക. ഉടൻ ആക്രമണം ഉണ്ടാവില്ലെന്ന് ട്രംപ്. നിലപാട് മാറ്റം ഇസ്രയേലിന്റെ താൽപര്യപ്രകാരമെന്ന് സൂചന. പ്രതിഷേധക്കാരുടെ വധശിക്ഷ മരവിപ്പിച്ച് ഇറാൻ. LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ സമ്മർദ്ദ തന്ത്രവുമായി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15 സീറ്റ് ആവശ്യപ്പെടുമെന്നും LDF-ൽ ഉറച്ചു നിൽക്കുമെന്നും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. കേരള കോൺഗ്രസിനെ UDF ചവിട്ടി പുറത്താക്കിയതാണെന്നും അപ്പോൾ സംരക്ഷിച്ചത് പിണറായി വിജയനാണെന്നും ഇറക്കിവിട്ട സ്ഥലത്തേക്ക് എങ്ങനെ പോകുമെന്നും ജോസ് കെ മാണി ചോദിച്ചു. കേരള കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടി പുറത്താക്കി UDF-ൽ നിന്ന്. അതിനുശേഷം ഞങ്ങളെ ചേർത്ത് പിടിച്ചതാരാ? ഞങ്ങളെ ചേർത്ത് പിടിച്ചത് LDF ആണ്. ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഹാവാണ്. അപ്പോൾ അത് 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വരണോ? അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഓരോ 5 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമോ? ആ നിലപാടിൽ തന്നെയാണ്, ഉറച്ചാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 13 സീറ്റാണ് ഉണ്ടായിരുന്നത്. അത് 12 സീറ്റായി ഇടതുപക്ഷത്തിൻ്റെതായിട്ട് അത് നമ്മുടെ ചർച്ചയിൽ വന്നു കഴിഞ്ഞു. ചർച്ചയിലല്ല, അവരുടെ ഒരു ആവശ്യം മുന്നോട്ട് CPM വെച്ചപ്പോൾ കുറ്റിയാടി വിട്ടുകൊടുക്കുകയുണ്ടായി. ഇപ്രാവശ്യം 13 സീറ്റ് മിനിമം എങ്കിലും അത് വേണം. അത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എത്രമാത്രം കടക്കാൻ കഴിയും എന്നുള്ളതും ചർച്ച ചെയ്യണം എന്ന് പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട്.
ഒരുപക്ഷെ ഇന്നത്തെ കേരള കോൺഗ്രസ് യോഗത്തിന് ശേഷം പ്രതീക്ഷിച്ചിരുന്ന വാർത്ത LDF-ൽ തുടരും എന്ന് തന്നെയാണ്. ഫലത്തിൽ അതുണ്ടാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. കേരള കോൺഗ്രസ് എം ഒരു സമ്മർദ്ദ ശക്തിയായി ഇടതുമുന്നണിയിൽ മാറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൽ ഉയർന്ന ആവശ്യം എന്ന നിലയിലാണ് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ജോസ് കെ മാണി ഇക്കാര്യം വ്യക്തമാക്കിയത്. 13 സീറ്റ് ഏറ്റവും കുറഞ്ഞത് വേണം, അതിൽ നിന്ന് 2 സീറ്റെങ്കിലും കൂടുതൽ കിട്ടിയാൽ സന്തോഷം, അത് കിട്ടുമോ എന്ന് അറിയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജോസ് കെ മാണി വ്യക്തമാക്കിയാണ്. അതായത് സീറ്റ് കൂടുതൽ വേണം എന്ന ആവശ്യം ജോസ് കെ മാണി ഇന്ന് നിലപാട് വ്യക്തമാക്കുന്നു. ഇക്കാര്യം ഇടതുമുന്നണി യോഗത്തിൽ ആവശ്യപ്പെടാനും കേരള കോൺഗ്രസ് എം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി ഉയർന്നു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരം വാർത്തകൾ UDF പ്രവേശനം സംബന്ധിച്ച വാർത്തകളെല്ലാം സീറ്റ് കൂടുതൽ ചോദിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണോ എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഇന്നത്തെ യോഗത്തിന് ശേഷം ഉയർന്ന ഒരു ആവശ്യമായി എന്തായാലും വന്നിരിക്കുന്നത് ഇതുതന്നെയാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ സീറ്റ് വെച്ചുമാറ്റത്തിനില്ല എന്നൊരു നിലപാടും ജോസ് കെ മാണി വ്യക്തമാക്കി. അത് മറ്റ് ജില്ലകളിൽ ഏതെങ്കിലും സ്ഥലത്തിൽ അനിവാര്യമായ മാറ്റമുണ്ടെങ്കിൽ അത് അതാത് സ്ഥലങ്ങളിൽ ചർച്ച ഒരുപക്ഷെ വേണമെങ്കിൽ ചെയ്യാം എന്ന നിലപാടിലേക്കാണ്. പക്ഷേ സീറ്റ് വെച്ച് മാറണ്ട എന്ന നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മറ്റൊന്നുള്ളത് അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ സീറ്റ് വിഭജന ചർച്ചകൾക്കായി എല്ലാം ജോസ് കെ മാണിയെ ചുമതലപ്പെടുത്തി. മാത്രവുമല്ല തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കും ജോസ് കെ മാണി എന്നും ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചു. ഒരു കാര്യമുള്ളത്, ഈ സർക്കാരിനെതിരെ ഉണ്ടായ പ്രതിച്ഛായയിലെ പ്രതിസന്ധികൾ, തെറ്റിദ്ധാരണകളൊക്കെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായി എന്ന് പറയുമ്പോഴും ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു എന്ന വിലയിരുത്തലും ജോസ് കെ മാണി വിഭാഗം നടത്തുന്നു. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള പാർട്ടി നേതാക്കളിൽ ഒതുങ്ങുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റ് തന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അത്തരം അറസ്റ്റിലേക്ക് പോയതോടെ സർക്കാർ അല്ലെങ്കിൽ ഇടതുമുന്നണി ഫലത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നൊരു വിലയിരുത്തലാണ് ജോസ് കെ മാണി ഫലത്തിൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ ചർച്ച അത് വൈകുന്നേരം ഏതാണ്ട് 5 മണി കഴിഞ്ഞും തുടരുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. ഈ ജാഥ വരാൻ പോകുന്ന ഇടതുമുന്നണിയുടെ ജാഥയിൽ മധ്യമേഖല ക്യാപ്റ്റൻ സ്ഥാനത്ത് ജോസ് കെ മാണി ഉണ്ടാകും. ഇടയ്ക്ക് പാർലമെന്റിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ പകരം വൈസ് ക്യാപ്റ്റനെ ജാഥ നയിക്കും എന്നതടക്കമുള്ള നിലപാടാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും UDF പ്രവേശനം എന്ന വാർത്തകൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് എന്നതാണ്. അത് പാർട്ടിയിലെ നേതാക്കൾക്കാർക്കും പങ്കില്ല എന്നുകൂടി ജോസ് കെ മാണി പറഞ്ഞു വെക്കുകയാണ്. ഇടതുമുന്നണിയിൽ തുടരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഫലത്തിൽ കേരള കോൺഗ്രസ് എം എത്തി എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം ചെയ്യുന്നതിനേക്കാൾ നന്നായി ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാനടക്കം തങ്ങൾക്ക് കഴിഞ്ഞു എന്നത് പ്രതിപക്ഷത്തിനൊരു വിമർശനമായി കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജോസ് കെ മാണിയും ഒപ്പമുള്ള മുഴുവൻ ആളുകളും വാർത്താസമ്മേളനം നടത്തിയത്. അതായത് കേരള കോൺഗ്രസ് എം ഒറ്റക്കെട്ടാണ്. ഇപ്പോൾ UDF-ൽ പോകണമെന്ന് തീരുമാനിച്ചാൽ 5 MLA-മാർ ഒരുമിച്ചുണ്ടാകും എന്ന തരത്തിൽ ഒറ്റക്കെട്ടാണ് എന്നുകൂടി ചേർത്ത് വെക്കുകയാണ് ജോസ് കെ മാണി ഇന്ന് ചെയ്തത്. ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ പറയുകയാണ്, ഞങ്ങൾ UDF-ലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ 5 MLA-മാർ കേരള കോൺഗ്രസിനോടൊപ്പം ഉണ്ടാവും. പക്ഷെ ഒരിക്കലും പോവില്ല, ഞങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ഇവിടെ ഇരുന്ന് ചോദിച്ചു. ജോസ് കെ മാണിയെ മുന്നണിയിലെത്തിക്കാനുള്ള നീക്കങ്ങൾ UDF നടത്തിയതിനു പിന്നാലെ സമാന്തര നീക്കവുമായി ഇടതുമുന്നണിയും രംഗത്തുണ്ട്. ജോസ് കെ മാണി UDF-ലേക്ക് പോയാൽ ജോസഫ് ഗ്രൂപ്പിനെ ഒപ്പം കൂട്ടാനാണ് LDF നീക്കം. ജോസ് കെ മാണി UDF-ലെത്തിയാൽ പ്രധാനപ്പെട്ട പല ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾക്കും സീറ്റ് നഷ്ടമാവും. ഈ സാഹചര്യം മുതലെടുക്കാനാണ് ഇടതുമുന്നണി ആലോചിക്കുന്നത്. ജോസ് കെ മാണി വിഭാഗം ഒരുപക്ഷെ മുന്നണി വിട്ടേക്കാം എന്നുള്ള ചർച്ചകൾ, അഭ്യൂഹങ്ങൾ, വലിയ വാർത്തകൾ പ്രചരിക്കുന്നതിനിടെയാണ് സമാന്തര നീക്കവുമായി CPM ചില നീക്കങ്ങൾ നടത്തിയത്. പ്രത്യേകിച്ച് ജോസ് കെ മാണി വിഭാഗം ഈ ഇടതുമുന്നണിയിൽ എത്തിയാൽ തന്നെ ഏതാണ്ട് 15 സീറ്റുകളാകെ നൽകുമെന്നാണ്, UDF-ൽ എത്തിയാൽ ഏതാണ്ട് 15 സീറ്റുകൾ നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. അതിൽ ജോസഫ് വിഭാഗത്തിന് വലിയ നഷ്ടമുണ്ടാകും. ഒരുപക്ഷെ 5 or 6 സീറ്റ് മാത്രമായിരിക്കും ജോസഫ് വിഭാഗത്തിന് ഫലത്തിൽ ലഭിക്കുക എന്ന് വന്നതോടുകൂടിയാണ് അവിടെ നിന്ന് അതൃപ്തരായവരെ ഒരുപക്ഷെ അടർത്തിയെടുക്കാം, അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ, ജോസ് കെ മാണി മുന്നണി വിട്ടാൽ എന്ന തരത്തിൽ നീക്കം നടന്നത്. അതായത് കഴിഞ്ഞ തവണ 10 സീറ്റിലാണ് ജോസഫ് വിഭാഗം മത്സരിച്ചിരുന്നത്. 10 സീറ്റ് ഇത്തവണ ലഭിക്കാതെ 5 സീറ്റായാൽ പല നേതാക്കൾക്കും പലയിടങ്ങളിലും സീറ്റ് നഷ്ടമാകുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ വന്നാൽ അത്തരം അതൃപ്തരെ ഒപ്പം കൂട്ടാനുള്ള ഒരു നീക്കമാണ് സമാന്തരമായി ഉണ്ടായിട്ടുള്ളത്. അതായത് ജോസഫ് വിഭാഗത്തിലെ പല പ്രമുഖരെയും ആ നിലയിൽ കൊണ്ടുപോകാമെന്ന് കരുതുന്നു. പക്ഷേ അപ്പോഴും ഒരു പ്രതിസന്ധി, ഒരുപക്ഷെ ഭരണ തുടർച്ച ഉണ്ടാകില്ല, പകരം UDF ആയിരിക്കും അധികാരത്തിൽ വരിക എന്ന ഒരു പ്രതീതി
ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പല നേതാക്കളും വിട്ടുമരുമോ എന്ന ആശങ്കയുണ്ട്. എന്തായാലും നിലവിൽ ഒരു കാര്യമുള്ളത്, ജോസ് കെ മാണി വിഭാഗം തന്നെ മുന്നണി വിട്ടു പോകില്ല എന്ന ചർച്ചകളാണ് ഏറ്റവും ഒടുവിൽ നേതാക്കളുടെ പ്രതികരണമായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ജോസ് കെ മാണി വിഭാഗത്തെ കൊണ്ടുപോകുക മാത്രവുമല്ല, ഈ ജോസ് കെ മാണി വിഭാഗത്തെ ഇങ്ങനൊരു പ്രതിസന്ധിയിലാക്കിയതിന് പിന്നിൽ പല UDF നേതാക്കൾക്കും പങ്കുണ്ട്. അവരെ കൂടി അതുകൊണ്ട് തന്നെ തിരിച്ചൊരു രാഷ്ട്രീയ നീക്കം നടത്തി ചില ഇപ്പുറത്തു നിന്നുള്ള ഇപ്പോൾ ആയിഷ പോറ്റി അല്ലെങ്കിൽ പല നേതാക്കളെ ഒപ്പം കൂട്ടാൻ UDF ശ്രമിക്കുമ്പോൾ തിരിച്ചടികൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഫലത്തിൽ LDFിൻ്റെ ഭാഗത്ത് നിന്ന് CPMൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ചില അനൗപചാരിക ചർച്ചകളടക്കം ഇക്കാര്യത്തിൽ ഉണ്ടായതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഒന്നുള്ളത്, ഇന്ന് വൈകുന്നേരത്തോടുകൂടി സ്പെഷ്യൽ കൺവെൻഷൻ ജോസഫ് വിഭാഗത്തിൻ്റേത് കോട്ടയത്ത് നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ജോസ് കെ മാണി വിഭാഗത്തിനെതിരായ അതിശക്തമായ നിലപാടുകൾ തന്നെയായിരിക്കും അവർ ആ കൺവെൻഷനിൽ പറയുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനകം തന്നെ UDF ഒറ്റയ്ക്ക് ജോസഫ് ഗ്രൂപ്പുമായി ചേർന്ന് തന്നെ ജില്ലാ പഞ്ചായത്ത് അടക്കം സീറ്റുകൾ പിടിക്കുന്നു, ഭൂരിപക്ഷം പഞ്ചായത്തുകളും പിടിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു പാർട്ടിയുടെ, കേരള കോൺഗ്രസിൻ്റെ ആവശ്യം നിലവിൽ UDFിൽ ഇല്ല എന്നൊരു നിലപാടായിരിക്കും അവർ പ്രഖ്യാപിക്കുക. എന്തായാലും വൈകുന്നേരം ചേരുന്ന സ്പെഷ്യൽ കൺവെൻഷനോട് കൂടിയായിരിക്കും ഇക്കാര്യത്തിലൊരു നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുക. കേരള കോൺഗ്രസ് ഇടതുമുന്നണിയുടെ ഭാഗമെന്ന LDF കൺവീനർ TP രാമകൃഷ്ണൻ മുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം അവരുടെ ആഭ്യന്തര കാര്യമാണ്. LDFന് വിസ്മയമൊന്നുമില്ല, UDFന് പരിഭ്രാന്തിയാണ്, ആരെ കിട്ടുമെന്ന് നോക്കി നടക്കുകയാണെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. കേരള കോൺഗ്രസ് എമ്മുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് VD സതീശൻ. KM മാണി നരകത്തിൽ പോകണമെന്ന് പറഞ്ഞവർ തന്നെ മാണിയുടെ സ്മാരകത്തിന് മുൻകൈയെടുക്കാൻ ഇതൊരു കാരണമായതിൽ സന്തോഷമുണ്ടെന്നും സതീശൻ പറഞ്ഞു. അല്ല, ഞങ്ങള് ഒരിക്കലും അവരുമായിട്ട് ചർച്ച നടത്തിയെന്നോ അല്ലെങ്കിൽ അവര് UDFന്റെ മുന്നണിയിലേക്ക് വരാമോ എന്നൊന്നും പറഞ്ഞു. ഇന്നും അന്നും ഞങ്ങൾ പറഞ്ഞ ഒരേ വാചകമാണ്, അവര് ഇടതു മുന്നണിയിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ്. അവരുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇപ്പൊ എന്തായാലും KM മാണി സാറിന് ഒരു സ്മാരകം പണിയാൻ തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗവൺമെന്റ് എടുത്ത നല്ല തീരുമാനമാണ്. പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്. വരാനിരിക്കുന്ന തലമുറ KM മാണി സാർ ആരായിരുന്നു എന്ന് തിരിച്ചറിയണം. അദ്ദേഹത്തിന്റെ ഒരു സ്മാരകം വേണം, അവിടെ നല്ല പഠനങ്ങൾ നടക്കണം. തീർച്ചയായിട്ടും ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂടി ഒരു നിമിത്തമായതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. കേരള കോൺഗ്രസിൽ ആരുമായിട്ടും മുന്നണി പ്രവേശന ചർച്ച നടത്തിയിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. ആരും അങ്ങോട്ട് ചെന്ന് വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. കേരള കോൺഗ്രസ് എം ഇല്ലാതെ തന്നെ മുൻ ഇലക്ഷനുകളിൽ ഉജ്ജ്വല വിജയം നേടിയിട്ടുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. ഞങ്ങൾ ആരോടും ഇതുവരെ കേരള കോൺഗ്രസുമായി മുന്നണി പ്രവേശന ചർച്ച നടത്തിയിട്ടില്ല. ഞങ്ങൾക്ക് UDFിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ആരെങ്കിലും UDFിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ അവരോട് ചർച്ച ചെയ്യുക എന്നുള്ളതല്ലാതെ ആരെയും ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല. ഞങ്ങൾ അവരില്ലാതെ തന്നെ, കേരള കോൺഗ്രസ് എം ഇല്ലാതെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഉജ്ജ്വലമായ വിജയമാണ് UDF നേടിയിട്ടുള്ളത്. ആ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരു കക്ഷിയുടെയും പിന്നാലെ പോയിട്ടില്ല, ഒരു കക്ഷിയുമായും ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല. KM മാണി സ്മാരകത്തിന് ഭൂമി അനുവദിച്ചത് സർക്കാരിന്റെ പ്രായശ്ചിത്തമെന്നും രമേശ് ചെന്നിത്തല. നല്ല കാര്യമാണ്, അദ്ദേഹത്തെ ബജറ്റ് അവതരിപ്പിക്കാൻ പോലും സമ്മതിക്കാതിരുന്നതിലുള്ള പ്രായശ്ചിത്തമാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. അതിലൊന്നും തെറ്റില്ല, അത് പ്രായശ്ചിത്തം ചെയ്യുകയാണ്. അദ്ദേഹത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കാത്തത് കൊണ്ട്, അദ്ദേഹത്തിന് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അവസരം കൊടുക്കാത്തത് കൊണ്ടുള്ള പ്രായശ്ചിത്തമാണ്. ഭരണ തുടർച്ച ഉറപ്പിക്കാൻ കഴിഞ്ഞ തവണ മാറ്റി നിർത്തിയ മുതിർന്ന നേതാക്കളെ മത്സര രംഗത്തിറക്കാൻ CPMന്റെ ആലോചന. മുൻ ധനമന്ത്രി TM തോമസ് ഐസക്, EP ജയരാജൻ തുടങ്ങിയവർ ഇക്കുറി മത്സരരംഗത്തുണ്ടാകും. 2 തവണ പൂർത്തിയാക്കിയ KK ശൈലജയ്ക്കും ഇളവ് നൽകും. കേന്ദ്ര നേതൃത്വത്തിന്റേതാണ് നിർദ്ദേശം. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. രണ്ടുടേം നിബന്ധനയുടെ പേരിൽ EP ജയരാജൻ, TM തോമസ് ഐസക്, G സുധാകരൻ, AK ബാലൻ തുടങ്ങി ഒരു പിടി നേതാക്കളെയാണ് 2021 സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ CPM മാറ്റി നിർത്തിയത്. പാർലമെന്റ് രംഗത്തും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും വളരെ പ്രഗത്ഭരെന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ പേര് സമ്പാദിച്ച നേതാക്കളെയാണ് പൊടുന്നനെ മാറ്റി നിർത്തിയത്. അതിനൊപ്പം തന്നെ അവർ യുവാക്കൾക്ക് CPM അവസരം നൽകുകയും ചെയ്തു. ആദ്യം എല്ലാവരും നെറ്റിച്ചൊളിച്ചുവെങ്കിലും പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കൈയ്യടി നേടിയ തീരുമാനമായി അത് മാറി. എന്നാൽ ഇത്തവണ ഈ മാറ്റി നിർത്തപ്പെട്ട നേതാക്കളെ കൂടി മത്സരരംഗത്തേക്ക് ഇറക്കാനുള്ള ആലോചനയാണ് CPMൽ നടക്കുന്നത്.
എന്നതാണ് നമ്മൾ ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമായാണ് അത്തരമൊരു നിർദ്ദേശം വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതായാലും ഇളവുണ്ടാകും. അദ്ദേഹം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി നയിക്കുമെന്ന് ഉറപ്പാണ്. മുഖ്യമന്ത്രിയായിരുന്ന കാലത്തൊക്കെ പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം അത്തരം ചർച്ചകളിലേക്ക് കടക്കും. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ ഒന്നിലധികം പേരുകൾ മുന്നോട്ട് വയ്ക്കാനാകും CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യം. ഭരണം കിട്ടിയാൽ പിണറായി വിജയൻ തന്നെ ആദ്യഘട്ടത്തിലെങ്കിലും മുഖ്യമന്ത്രിയാകും. എന്നാൽ ഒരു ടേം മുഴുവൻ അദ്ദേഹം ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇനി അങ്ങനെയല്ല, മറിച്ച് പ്രതിപക്ഷത്തിരിക്കാനാണ് ഇടതുമുന്നണിക്ക് ജനവിധി ലഭിക്കുന്നതെങ്കിൽ, ജനം അത്തരം തീരുമാനമാണ് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെയും പിണറായി വിജയൻ പ്രതിപക്ഷത്താവാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ വരുമ്പോഴും മുന്നണിയെ ശക്തമായി തന്നെ നയിക്കാൻ, പ്രതിപക്ഷത്തെ നയിക്കാൻ ഒരു നേതാവ് ഉണ്ടാകണം. അത് മറ്റു പല പേരുകളിലേക്ക് CPM പോകുന്നു. പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒരുപക്ഷേ പിണറായി വിജയന് പുറമെ MV ഗോവിന്ദൻ മത്സരിക്കാൻ സാധ്യതയില്ല. അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. പക്ഷേ അവിടെ പൊളിറ്റ് ബ്യൂറോ അംഗമായ A. വിജയരാഘവൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അദ്ദേഹത്തിന് പൊന്നാനിയും ഇരിങ്ങാലക്കുടയും അടക്കമുള്ള മണ്ഡലങ്ങളിലാണ് അദ്ദേഹത്തെ CPM പരിഗണിക്കുന്നതാണ് ലഭിക്കുന്ന സൂചനകൾ. എങ്ങനെയെങ്കിൽ A. വിജയരാഘവൻ പൊളിറ്റ് ബ്യൂറോ അംഗം, പിണറായിയെ കൂടാതെ ഒരു പൊളിറ്റ് ബ്യൂറോ അംഗം കൂടി മത്സരരംഗത്തേക്ക് ഉണ്ടാകും. TM തോമസ് ഐസക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 2021 മാറി നിന്നതാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് CPM ഒരു അവസരം നൽകി. പക്ഷേ അദ്ദേഹത്തിന് വിജയിക്കാനായില്ല. അദ്ദേഹത്തെ ഒരു തവണ കൂടി നിയമസഭയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ CPM ആലോചിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. EP ജയരാജനും അത്തരത്തിൽ പരിഗണിക്കപ്പെടുന്ന പേരാണ്. G. സുധാകരൻ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നതിൻ്റെ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വന്നു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് സജീവമായി തന്നെ ഒരുപക്ഷെ CPM പരിഗണിച്ചേക്കാം. അദ്ദേഹം പാർട്ടിയുമായി ഇപ്പോൾ ഒരു പരിധിവരെ അകന്നു നിൽക്കുന്ന നേതാവാണ്. അദ്ദേഹത്തെ കൂടുതൽ അടുപ്പിക്കാൻ അതുവഴി ആലപ്പുഴ ജില്ലയിൽ പാർട്ടിയിലുള്ള പ്രശ്നങ്ങൾക്ക് കൂടി ഒരു പരിഹാരമാകുമെന്ന പ്രതീക്ഷ CPM-ന്റെ ചില നേതാക്കൾക്കെങ്കിലും ഉണ്ട്. P. ജയരാജൻ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. K. ശൈലജ തുടർച്ചയായി 2 തവണ ജയിച്ച നേതാവാണെങ്കിൽ കൂടി ശൈലജയ്ക്കും വീണ്ടും അവസരം നൽകിയേക്കും. അങ്ങനെ കേന്ദ്ര കമ്മിറ്റിയിലും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളുമായുള്ള ഒരു പിടി നേതാക്കളെ കൂടി രംഗത്തിറക്കിക്കൊണ്ട് ഇവർക്ക് നൽകുന്ന സീറ്റുകൾ ഒരുപക്ഷേ CPM-ന്റെ ഉറച്ച സീറ്റുകളായിരിക്കില്ല. മറിച്ച് പ്രതിപക്ഷം സ്ഥിരമായി ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഇത്തരം നേതാക്കൾ വന്നാൽ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അവിടങ്ങളിൽ ഈ മുതിർന്ന നേതാക്കളെ പരീക്ഷിക്കാനാകും CPM ആലോചിക്കുക. കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശമായി ഇത് സംസ്ഥാന നേതൃത്വത്തിന് മുമ്പാകെ എത്തിയാൽ അവരുടെ തീരുമാനവും അവരുടെ അഭിപ്രായം വളരെ നിർണായകമാണ്. ഇന്ന് ആരംഭിച്ച CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ മുഖ്യമന്ത്രി അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് ആരൊക്കെ മത്സരിക്കണം, ആർക്ക് ഇളവ് നൽകുന്ന കാര്യത്തിൽ നിർണായകമായ ചർച്ചകൾ ഉണ്ടായേക്കാം. പിണറായി വിജയൻ ഏതായാലും ഇളവ് നൽകുമെന്ന് ഉറപ്പാണ്. അദ്ദേഹം ഒരു തവണ കൂടി മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. അതിനൊപ്പം PBയിൽ നിന്ന് ആരൊക്കെ മത്സരിക്കണം, കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ആരൊക്കെ മത്സരിക്കണം എന്ന കാര്യത്തിലുമൊക്കെ നിർണായകമായ ചർച്ചകൾ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകും. മാത്രവുമല്ല, ഇത്തവണ തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ട ആവശ്യകത മറ്റൊരു സംസ്ഥാനത്തും ഭരണമില്ലാത്തൊരു അവസ്ഥയിലേക്ക് CPM പോകാതിരിക്കാൻ എല്ലാ വഴികളും, അത് മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ, അല്ലെങ്കിൽ യുവ നേതാക്കൾ ഇറക്കിയാൽ മാത്രം കിട്ടുന്ന മണ്ഡലങ്ങളുണ്ടെങ്കിൽ അവിടെ യുവ നേതാക്കൾ, പൊതു സ്വതന്ത്രം വന്നാൽ ലഭിക്കുന്ന സീറ്റുകൾ, അങ്ങനെ എല്ലാ സാധ്യതയും പരിഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടികയാകും CPM ഇത്തവണ രംഗത്തിറക്കുക. അവിടെയാണ് ഈ മുതിർന്ന നേതാക്കളെ കഴിഞ്ഞ തവണ ടേം നിബന്ധനയുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട മുതിർന്ന നേതാക്കളെ കൂടി വീണ്ടും മത്സരിപ്പിക്കാനുള്ള ആലോചനകളും CPM-ൽ സജീവമാകുന്നത്. KN ബാലഗോപാലിന് മറുപടിയുമായി ഐഷ പോറ്റി. സഹോദരി എന്ന പരിഗണന പാർട്ടിയിൽ നിന്നപ്പോൾ കിട്ടിയില്ല. തന്റെ പല പദ്ധതികളും സ്വന്തം പദ്ധതിയാക്കി. പല പൊതുപരിപാടികളിൽ നിന്നും തന്നെ ഒഴിവാക്കിയെന്നും ഐഷ പോറ്റി ആരോപിച്ചു. മൂത്ത സഹോദരി പോയെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. മൂത്ത സഹോദരി അങ്ങോട്ട് ഇറങ്ങിയ അനിയനെ അങ്ങോട്ട് കയറ്റി കഴിഞ്ഞിട്ട് ഹൈമാസ് ലൈറ്റ് വിദ്യാഭ്യാസ സമുച്ചയം 5 കോടിയുടെ ഞാൻ MLA ആയിരുന്നപ്പോൾ വെച്ച നിരവധി ഫണ്ടുകൾ, അതിന്റെ ഒരു തറക്കല്ലിടലിന് ഈ ഐഷ പോറ്റി ചേച്ചിക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ചേച്ചിയെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കണം. അറിയാൻ വയ്യാത്തവരല്ലല്ലോ ആരും. ഞാനൊന്നും വലിയ ആളൊന്നുമല്ല, പക്ഷേ എനിക്കാണെങ്കിൽ പറ്റുമോ? ബാലകൃഷ്ണപിള്ള സാറിനെ വിളിക്കാത്ത പരിപാടി അവിടെ ഉണ്ടായിരുന്നോ? എഴുകോൺ നാരായണൻ അദ്ദേഹത്തെ വിളിക്കാത്ത പരിപാടി ആ ഭാഗത്തുണ്ടായിരുന്നോ? രാഘവൻ അദ്ദേഹത്തെ വിളിക്കാത്ത ഒരു പരിപാടി നിങ്ങൾ നോക്കുന്നേ, ആ കല്ലിലൊക്കെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. RSPയിൽ കുടുംബാധിപത്യമെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ദേശീയ സമിതി അംഗം ഇല്ലിക്കൽ അഗസ്തി. NK പ്രേമചന്ദ്രനെതിരെയും ഷിബു ബേബി ജോണിനെതിരെയും ഇല്ലിക്കൽ അഗസ്തി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. പ്രേമചന്ദ്രന്റെ മകനെ മത്സരിപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ പ്രതികരിച്ചതാണ് തന്നെ പുറത്താക്കാൻ കാരണം. പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും നിരന്തരം വിദേശയാത്രകൾ നടത്തുന്നു. എന്നാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര നടത്തിയാൽ ഇവർ എതിർക്കുന്നുവെന്നും ഇല്ലിക്കൽ അഗസ്തി പറഞ്ഞു. അതിനു മുമ്പേ കാർത്തിക് പ്രേമചന്ദ്രന് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് ഇരവിപുരത്ത്. അദ്ദേഹം ചെറുപ്പമാണ്. എനിക്ക് ഇത്ര യോഗത്തിൽ പരസ്യമായി പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതിനൊക്കെ അനുകൂലമായ പല സാമുദായിക സമവാക്യങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുണ്ട്. പ്രേമചന്ദ്രന്റെ 3 ഇലക്ഷന് ചുക്കാൻ പിടിച്ച ആളാണ്. ഇതൊക്കെയാണ് ക്വാളിറ്റി. അപ്പം അതങ്ങനെ ഒരു അല പോലെ കൊണ്ടുവരികയാണ്. അപ്പം ബാക്കികളെല്ലാം പുറകോട്ട് പോകുന്നു. അവിടെ മോഹിച്ചു നിന്ന പലരും
മോശമെന്ന വാക്ക് ഞാൻ ബോധം പറഞ്ഞത്. പലരും പിന്നോക്കം മാറി. പിന്നോക്കം മാറാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു വരികയാണ്. ശബരിമല സ്വർണമോഷണത്തിൽ UDF കാലത്തെ ദേവസ്വം ബോർഡിനും കുരുക്കുമുറുകുന്നു. 2017 വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് ചട്ടങ്ങൾ ലംഘിച്ചെന്നാണ് കണ്ടെത്തൽ. നിയമവിരുദ്ധമായാണ് വാജിവാഹനം തന്ത്രി കൈക്കലാക്കിയത്. കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരിക്കെയാണ് വാജിവാഹനം കൈമാറിയത്. വാജിവാഹനം ദേവസ്വം ബോർഡ് സ്വത്തെന്ന് വ്യക്തമാക്കുന്ന രേഖകളും പുറത്തുവന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വിശ്വാസികൾ ശത്രുക്കളല്ല. കേസിൽ അറസ്റ്റിലായ KP ശങ്കരദാസ് ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണെന്നും പാർട്ടിക്ക് അറിയുന്ന ശങ്കരദാസ് അറിഞ്ഞുകൊണ്ട് യാതൊരു തെറ്റും ചെയ്യില്ലെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. അറിയാതെ പാളിച്ച ഉണ്ടായോ എന്നറിയില്ലെന്നും പാർട്ടി സെക്രട്ടറി പറഞ്ഞു. ശബരിമല അത് വിശ്വാസ മനസ്സുകളെ അല്പം വ്രണപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസികളുടെ വിശ്വാസങ്ങളെ ഇടതുപക്ഷ ഗവൺമെന്റ് വേണ്ടത്ര പരിഗണിച്ചോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് അതിന് മറുപടി വ്യക്തമായിട്ട് പറയേണ്ടതുണ്ട്. ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരും വിശ്വാസികളുടെ ശത്രുവല്ല. ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരും വിശ്വാസങ്ങളെ മാനിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശങ്കർദാസിനെ. ഞങ്ങൾ അറിയുന്ന സഹോ ശങ്കർദാസ് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്യില്ല. ഇത് മാത്രമല്ല, തെറ്റൊന്നും ചെയ്യില്ല. ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം. അറിയാതെ വല്ല പാടിച്ചേ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി പറയുകയാണ്, അന്വേഷണത്തിൽ തെറ്റുണ്ടെന്ന് കണ്ടാൽ തെറ്റ് ചെയ്ത ആളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ LDF രക്ഷിക്കില്ല. ശബരിമലയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ ഏത് കാലഘട്ടത്തിലാണെങ്കിലും അതിന്റെ പിന്നിലുള്ള എല്ലാവരും പുറത്തു വരണമെന്ന് രമേശ് ചെന്നിത്തല. UDF ഭരണകാലത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വാജിവാഹനം പരസ്യമായാണ് തന്ത്രിക്ക് കൈമാറിയത്. അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ശബരിമലയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ ആരുടെ കാലത്താണെങ്കിലും അത് അന്വേഷിക്കണം. അത് അന്വേഷിച്ചിട്ട് സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിനകത്ത് ഞങ്ങൾക്ക് രാഷ്ട്രീയ ഭേദമില്ല. ആ കാര്യം വളരെ വ്യക്തമാണ്. UDF ഭരണകാലത്ത് ഇത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. വാജിവാഹനം അവരെല്ലാവരുടെയും പരസ്യമായിട്ടാണ് തന്ത്രിക്ക് കൊടുക്കുന്നത് നമ്മളെല്ലാം കണ്ടത്. അത് രഹസ്യമായി നടന്ന മോഷണമൊന്നുമല്ല. അപ്പൊ അതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പരിശോധിക്കട്ടെ. പക്ഷെ സ്വർണം കെട്ട ആളുകളെ സംരക്ഷിച്ചിട്ട് ഇത്തരം UDFന്റെ കാലത്താണെന്നുള്ള പ്രചരണം നടത്തുന്നത് യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാനുള്ള നീക്കമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാം ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ ശബ്ദ സന്ദേശം ന്യൂസ് 18. രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ അതിജീവിത, ഫെനി ചാറ്റ് പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാനും ഇനിയും പരാതിക്കാർ പുറത്തുവരുന്നത് തടയാനുമാണെന്ന് ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരോപണങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ രാഹുലുമായി വിശദമായി ഇക്കാര്യങ്ങൾ സംസാരിക്കാനാണ് 3-4 മണിക്കൂർ സമയം വേണമെന്നാവശ്യപ്പെട്ടത്. അതല്ലാതെ ശാരീരിക ബന്ധത്തിനല്ല. പരാതി നേരത്തെ കൊടുത്തിരുന്നുവെങ്കിൽ മറ്റ് 2 പെൺകുട്ടികൾക്ക് ഈ അനുഭവം ഉണ്ടാവുമായിരുന്നില്ലെന്നും ശബ്ദ സന്ദേശത്തിൽ യുവതി പറയുന്നു. അതിജീവിതയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ കേസെടുത്തത് രാഷ്ട്രീയ വേട്ടയാടലാണെന്നും കേസ് വന്നതുകൊണ്ട് പിന്നോട്ട് പോവില്ലെന്നും ഫെനി നൈനാൻ ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. ഇത് രാഹുലിനെ കാണാൻ വരും എന്ന് പറയുമ്പോൾ ഞാൻ രാഹുലിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഞാൻ ആരെങ്കിലും കൊണ്ടുവരും. രാഹുലിന്റെ സൈഡിൽ നിന്ന് രാഹുലിന്റെ അമ്മയോ ചേച്ചിയോ കുറച്ച് ഫ്രണ്ട്സിന്റെ പേരുണ്ട്, അത്രയും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫെനി എങ്കിൽ ഫെനി ആരെങ്കിലും കൊണ്ടുപോകാം. ഫെനി ആണെങ്കിൽ ഞാൻ അത്രയും കംഫർട്ടബിൾ ആണ്. എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല എന്ന് ഞാൻ രാഹുലിന്റെ അടുത്ത് പറയുന്നുണ്ട്. തലയും വാലുമില്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണം എന്ന് പറയുമ്പം എന്നെ സ്ലക്ഷ്യം ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ 3-4 മണിക്കൂറിൽ എനിക്ക് വീണ്ടും രാഹുലിനോട് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഉറ്റ അനുയായിയും സുഹൃത്തുമായ ഫെനി നൈനാനാണ് ഇന്നലെ അതിജീവിതക്കെതിരെ ഫേസ്ബുക്ക് കുറിപ്പിട്ട് അവരുടെ ഐഡന്റിറ്റി പുറത്ത് വരുന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടത്. അവരുടെ വാട്സാപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം ഇട്ടുകൊണ്ടാണ് അത്തരമൊരു കാര്യം പ്രചരിപ്പിച്ചത്. അതിനെതിരെ ഫെനിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. ഇന്ന് അതിജീവിത രൂക്ഷ വിമർശനമാണ് ഫെനിക്കെതിരെ. ഫെനിയുടെ ആരോപണങ്ങളെല്ലാം തള്ളിക്കൊണ്ട് നേരത്തെ താൻ പറഞ്ഞ മൊഴിയിൽ ഉറച്ചു എന്നുള്ള ഒരു ഓഡിയോ സന്ദേശമാണ് അതിജീവിതയിൽ നിന്ന് ഉണ്ടായത്. ഫെനി നൈനാൻ ചാറ്റ് പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാനെന്ന് അവർ പറയുന്നു. ഇനിയും പരാതിക്കാർ
വരുന്നത് തടയാനാണ് വ്യക്തിഹത്യ ചെയ്തത്. അതായത് രാഹുലിനെതിരെ ഇനിയും പരാതികൾ വരാനുണ്ട്. അത്തരം ആളുകൾ പുറത്തേക്ക് വരുന്നത് തടയാനുള്ള ഭീഷണിയായാണ് അതിജീവിത ഇതിനെ കാണുന്നത്. തലയും വാലുമില്ലാത്ത ചാറ്റുകളാണത്. നടന്ന സംഭാഷണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് വന്നത്. എന്തുകൊണ്ട് 3 മണിക്കൂർ ബലാത്സംഗം ചെയ്ത ആളെ വീണ്ടും 3 മണിക്കൂർ കണ്ട് സംസാരിക്കണമെന്ന്, അതും ഒരു സ്വകാര്യ ഇടത്ത്, ഒരു പ്രൈവറ്റ് സ്പേസിൽ വേണമെന്ന് അതിജീവിത പറഞ്ഞു തന്ന പരിഹാസം കൂടി ഫെനിയുടെ ഇന്നത്തെ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയായി അവർ പറയുന്നത്, രാഹുൽ അങ്ങേയറ്റം സ്ട്രെസ്സും ട്രോമയും തന്നതിൻ്റെ ഫലമായിരുന്നു എൻ്റെ മിസ്കാരേജ് ഉണ്ടായത്, അബോർഷൻ ആയി പോയത്. എന്നാൽ അതിനുശേഷവും രാഹുലിനോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു, അല്ലെങ്കിൽ രാഹുൽ അങ്ങേയറ്റം തന്നെ തനിക്ക് ഉറപ്പുകൾ നൽകിയിരുന്നു. കുഞ്ഞ് നഷ്ടപ്പെട്ടതും ജോലി നഷ്ടപ്പെട്ടതുമൊക്കെ ആ സാഹചര്യത്തിലാണ്. അപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം വഴി ഫെനിയെ പരിചയപ്പെടുന്നത്. അതിനുശേഷം രാഹുൽ വീണ്ടും തന്നോട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്നൊരു സമയത്ത് തന്നോട് അടുക്കാൻ വരുന്നു. തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന ബോണ്ട് രാഹുലിനോട് ആ സമയത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാഹുലിനെ കാണാൻ താൻ വീണ്ടും തയ്യാറായത്. മാത്രമല്ല, അവിടെ ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് പോകണമെന്ന് പറഞ്ഞത് ലൈംഗിക ബന്ധത്തിന് വേണ്ടിയാൽ ആയിരുന്നില്ല. എനിക്കൊപ്പം ഒരാളുണ്ടാകും, രാഹുലിൻ്റെ അമ്മയോ ചേച്ചിയോ ഒപ്പം വരണം, അല്ലെങ്കിൽ ഫെനിയെങ്കിലും വരണമെന്ന് കൂടി പറഞ്ഞിരുന്നു. ഒരുപാട് കാര്യങ്ങൾ രാഹുലിനോട് സംസാരിക്കാനുണ്ട്. തന്നെ വിവാഹം കഴിക്കാമെന്ന് വീണ്ടും വാഗ്ദാനം നൽകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർക്കാനുണ്ട്. കാരണം രാഹുലിനെതിരെ 2025 ഓഗസ്റ്റ് ആകുമ്പോൾ തന്നെ പല പരാതികളും ആരോപണങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ വസ്തുത കൂടി അറിയണമായിരുന്നു. പലപ്പോഴും ഫോണിൽ വിളിക്കുമ്പോൾ രാഹുൽ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാഹുലിനെ കാണണമെന്ന് പറഞ്ഞത്. അതിനെയും തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ഫെനി ഇപ്പോൾ ചെയ്തത്. ഫെനി ഇരകൾ പുറത്തു വരാതിരിക്കാനും തന്നെ ഭീഷണിപ്പെടുത്താനുമുള്ള ശ്രമമാണ് നടത്തിയത്. ഫെനിയോട് പറയുന്നത് ഇനി ഇത്തരം കാര്യങ്ങൾ നിൽക്കില്ല, താൻ അങ്ങനെ ഭയന്ന് പിന്മാറില്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് ഇര തൻ്റെ ഓഡിയോ സന്ദേശം അവസാനിപ്പിക്കുന്നത്. അതിന് മറുപടിയായി വീണ്ടും ഫെനി ഫേസ്ബുക്കിൽ തന്നെ കുറിപ്പ് ഇടുകയും ചെയ്തിട്ടുണ്ട്. തനിക്കെതിരെ പത്തനംതിട്ട സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നു, പരാതിക്കാരുടെ ഐഡൻറ്റി വെളിപ്പെടുത്തിയെന്നാണ് ആരോപണം. ഏതായാലും എൻ്റെ പോസ്റ്റ് വായിച്ചവർക്ക് മനസ്സിലാകും ഞാൻ പരാതിക്കാരുടെ ഐഡൻറ്റി വെളിപ്പെടുത്തുകയോ അവരെപ്പറ്റി അശ്ലീല പരാമർശം നടത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത്. കേസ് വന്നതുകൊണ്ട് പിന്നോട്ട് പോകാൻ താനും ഉദ്ദേശിക്കുന്നില്ല എന്ന് ഫെനി പറയുന്നു. ഇത് രാഷ്ട്രീയ വേട്ടയാടലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന അതേ രീതിയിൽ തന്നെ ഫെനിയും പറയുകയാണ്, തന്നെയും രാഷ്ട്രീയമായി വേട്ടയാടുകയാണ്. ഇന്നലെ പറഞ്ഞതുപോലെ കേസിനെ നേരിടും. തലയും വാലുമില്ലാത്ത ചാറ്റുകൾ ഞാനല്ല പുറത്തുവിട്ടത്, അവരുമായി ആദ്യം ഒരു സംസാരിക്കുന്ന ചാറ്റുകൾ കൈവശമുണ്ട് എന്നൊരു ഭീഷണി കൂടി ഫെനി ഇതിൻ്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതെല്ലാം ശാസ്തമംഗലം അജിത് സാർ എന്ന അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചാനലിൽ ഇന്ന് പരാതിക്കാരി പുറത്തുവിട്ട ശബ്ദസന്ദേശത്തിൽ എന്നോട് സ്നേഹത്തോട് പറഞ്ഞതുപോലെ ഫെനി ഞാൻ പേടിച്ചിട്ടുമില്ല, പിന്നോട്ടുമില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഫെനി നാൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. കേസെടുത്ത ശേഷവും ഇരയ്ക്കെതിരെയുള്ള നിലപാട് ഫെനി തുടരുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾക്കും കൂടുതൽ നിയമപരമായ നീക്കങ്ങൾക്കും ഇര തയ്യാറാകുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വ്യക്തമായ സൂചനകൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതകൾക്കെതിരായ അധിക്ഷേപത്തിൽ നടപടി ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അത്തരക്കാർ പാർട്ടിയിൽ ഉണ്ടാവില്ല. ഫെനി നൈനാനെതിരെ നടപടി ഉണ്ടാകും. സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവർക്ക് കർശന താക്കീതുണ്ടാകുമെന്നും വി ഡി സതീശൻ. ഒരു തരത്തിലും സ്ത്രീകളെ ആരെ അപമാനിച്ചാലും അത് ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെയുള്ളവര് അവർക്ക് പാർട്ടി താക്കീത് കൊടുക്കും. അവരെ പാർട്ടിയിൽ ഉണ്ടാവില്ല. അത് വീണ്ടും അവരെ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല. ഒരാൾ സ്ത്രീകളെ അപമാനിക്കാൻ പാടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അതിജീവിതയുടെ ചാറ്റുകൾ പുറത്തുവിട്ടത് സ്ത്രീ വിരുദ്ധ സമീപനമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. രാഹുൽ മാങ്കൂട്ടത്തിലും പിന്തുണയ്ക്കുന്നവരും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് VM സുധീരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് KPCC അധ്യക്ഷൻ അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു. അവർ സ്ത്രീ വിരുദ്ധ മനോഭാവം അവർ തുടർച്ചയായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് സഹായകരമായ നിലപാട് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിക്ക് ഇതുപോലെ അഡ്വാൻസ് ചെയ്തു പോകാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവരെ സഹായിക്കാനൊരു സംവിധാനം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാവിധ പരിരക്ഷ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലായ്പ്പോഴും ലഭിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒളിവിൽ താമസിക്കാൻ കഴിഞ്ഞത്. എല്ലാ നടപടികളും അത് തന്നെയാണ് അവരിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലമായിട്ട് ഇപ്പോൾ VM സുധീരൻ പറഞ്ഞിട്ടുണ്ട് MLA സ്ഥാനം രാജിവെക്കണം. എന്ത് KPCC അധ്യക്ഷൻ പറയാത്തത്? കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാരും മറ്റ് നേതാക്കന്മാരുണ്ടല്ലോ, അവരാരും രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കണമെന്നൊരാവശ്യം ഇതുവരെ ഉന്നയിക്കുന്നില്ലല്ലോ. രാജിവെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രതിനിധി വന്ന ഒരാൾ കോൺഗ്രസിൻ്റെ നിലപാടിൽ നിന്ന് വിരുദ്ധമായി സമീപനം എടുക്കുന്നു എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ വരെ നടപടി എടുത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടാണ് MLA ആയത്. MLA പദവി രാജിവെക്കണമെന്ന് അവർ പറയുന്നില്ല. അപ്പോൾ അതാണ് ഉള്ള ഒരു സമീപനം. ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും.
അടച്ചിട്ട മുറിയിലായിരുന്നു വാദം. പ്രോസിക്യൂഷനാണ് അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടത്. കേസ് അന്വേഷിക്കുന്ന SITയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും ജാമ്യാപേക്ഷയിൽ തീരുമാനം. പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും SIT അറിയിച്ചു. ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കേസിൽ പ്രതിയും പരാതിക്കാരിയും തമ്മിലുള്ള ചാറ്റ് വിവരങ്ങൾ പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. 2024 JC ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക് 5 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലയാള ചലച്ചിത്ര രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. ജനുവരി 25-ന് തിരുവനന്തപുരത്ത് പുരസ്കാരം സമ്മാനിക്കും. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി. ഹരി, മലയാള സിനിമയിലെ ഏറ്റവും ഉന്നതമായ പുരസ്കാരമാണ്. മലയാള സിനിമയുടെ മുഖമുദ്ര എന്ന് തന്നെ പറയാവുന്ന നടി ശാരദയ്ക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അത് തന്നെയാണ് ശ്രീജ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം തന്നെയാണ്. മലയാള സിനിമാ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം JC ഡാനിയൽ പുരസ്കാരമാണ് ഇപ്പോൾ ശാരദയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം 1960 മുതൽ 80 വരെയുള്ള ശാരദയുടെ ഒരു സിനിമാ ജീവിതം, മലയാളി സ്ത്രീകളെ എത്രയധികം പോർട്രേ ചെയ്ത ഒരു നടി, അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ ദുഃഖങ്ങളൊക്കെ തന്നെ പോർട്രേ ചെയ്ത് തിരശ്ശീലയിലേക്ക് കൊണ്ടുവന്ന നടി മറ്റൊന്നില്ല. ഇപ്പോൾ നമ്മൾ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ 1965-ലാണ് ശാരദ സിനിമാ മേഖലയിലേക്ക് വരുന്നത്. വെറും 3 വർഷങ്ങൾക്ക് കൊണ്ട് തന്നെ ആദ്യത്തെ ദേശീയ പുരസ്കാരം ലഭിക്കുന്നു. വീണ്ടും 1972 വീണ്ടും ഒരു ദേശീയ പുരസ്കാരം. അങ്ങനെ 2 ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ച ശാരദ ഒരുപക്ഷെ നമുക്ക് എടുത്തു പറയാനാണെങ്കിൽ അപ്പോൾ മുതൽ തന്നെ തിളങ്ങി നിന്ന നായിക. അത് തന്നെയാണ് ശാരദയെ പറ്റി നമുക്ക് സംസാരിക്കാനുള്ളത്. ഇപ്പോൾ 32ാമത്തെ വ്യക്തിയാണ് JC ഡാനിയൽ പുരസ്കാരം നേടുന്നത് എന്നതും കൂടി ശ്രദ്ധേയമാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ജനുവരി 25-ാം തീയതി ആണ് പുരസ്കാരം നൽകുന്നത്. തിരുവനന്തപുരം നിശാഗന്ധിയിൽ വെച്ചിട്ടായിരിക്കും പുരസ്കാരം. ഇപ്പോൾ ഈ ജൂറി പാനൽ ഉണ്ടായിരുന്നത് തന്നെ 2017 JC ഡാനിയൽ പുരസ്കാരം ജേതാവായ ശ്രീകുമാരൻ തമ്പിയും ഉർവശിയും ഒക്കെയായിരുന്നു. സംവിധായകനായ ബിനു കിരീത്തും ബാലു കിരീത്തും ഈ പാനലുണ്ടായിരുന്നു. പറഞ്ഞിരുന്നത് തന്നെ ശാരദയോളം മികച്ച, അല്ലെങ്കിൽ ശാരദയ്ക്ക് അല്ലാതെ വേറെ ആർക്കും പുരസ്കാരം കിട്ടാനില്ല, അത്രയധികം സംഭാവനകൾ സിനിമാ മേഖലയ്ക്ക് തന്ന ഒരു നടി കൂടിയാണ്. ഏകദേശം 125ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ശാരദ. മലയാള സിനിമയിൽ തന്നെ 125ഓളം, അല്ലാതെ ഭാഷകളിലും ശാരദ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശാരദയ്ക്ക് തന്നെയാണ് ഏറ്റവും അർഹയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുരസ്കാരം ശാരദയ്ക്ക് തേടിയെത്തുകയും ചെയ്യുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ 1965 ആരംഭിച്ചതാണ്. പിന്നെ 1968 തുലാഭാരമാണ് ആദ്യത്തെ ദേശീയ പുരസ്കാരം ലഭിച്ച സിനിമ. പിന്നീട് 72 നോക്കുകയാണെങ്കിൽ അടൂർ സംവിധാനം ചെയ്ത സ്വയംവരം, ഇതാണ് ഈ 2 സിനിമകളിലാണ് അവാർഡ് കിട്ടുന്നത്. പിന്നീടും എത്രയോ സിനിമകൾ, അടൂരിൽ തന്നെ എത്രയോ സിനിമകളും ഇപ്പോൾ നമുക്ക് 2005 രാപ്പകൽ ഒരു പക്ഷേ ശാരദയ്ക്ക് ഏറ്റവും മികച്ച ഒരു വേഷം ഈ 2000-ന് ശേഷം കിട്ടിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേഷമായിട്ട് സൂചിപ്പിക്കാം. പക്ഷേ 1960 മുതൽ 80 വരെ നീണ്ടു നിൽക്കുന്ന 2 പതിറ്റാണ്ടുകൾ ശാരദ ചെയ്തു വെച്ചിരിക്കുന്ന വേഷങ്ങൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും. ഈ JC ഡാനിയൽ പുരസ്കാരം ലഭിക്കാനുള്ള ഏറ്റവും അർഹമായ കൈകളിലേക്ക് ശാരദയ്ക്ക് എത്തുന്നു എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട അംഗങ്ങളും സൂചിപ്പിക്കുകയും ചെയ്തു. എന്തായാലും 25-ാം തീയതി പുരസ്കാരം കൈമാറും. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മലയാളത്തിൻ്റെ മഹാനടികളിൽ ഒരാളാണ് ഉർവശി ശാരദയ്ക്കാണ് ഈ വർഷത്തെ JC ഡാനിയൽ പുരസ്കാരം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടവേള. ലോകസഞ്ചാരം എന്നത് പണ്ടുകാലത്ത് ഒരു സാഹസമായിരുന്നുവെങ്കിൽ ഇന്നത് പലർക്കും ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടക്കാൻ കേവലം പണമോ താല്പര്യമോ മാത്രം പോരാ. മറിച്ച് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ചെറിയ പുസ്തകത്തിന് എത്രത്തോളം കരുത്തുണ്ട് എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ യാത്രകൾ. പാസ്പോർട്ട് എന്ന ഈ ഔദ്യോഗിക രേഖ വെറുമൊരു യാത്രാ അനുമതിയല്ല, മറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ നിങ്ങളുടെ രാജ്യത്തിന് എത്രത്തോളം സ്വീകാര്യതയുണ്ട് എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ്. ഓരോ വർഷവും ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ആഗോളതലത്തിൽ രാജ്യങ്ങളുടെ നയതന്ത്ര വിജയത്തിൻ്റെയും സാമ്പത്തിക സ്വാധീനത്തിൻ്റെയും അളവുകോലായി മാറാറുണ്ട്. ഈ വർഷത്തെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ പാസ്പോർട്ട് അതിൻ്റെ കരുത്ത് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന വാർത്തയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യൻ പാസ്പോർട്ട് അന്താരാഷ്ട്ര തലത്തിൽ 5 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 80-ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 85-ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ, നൈജർ, അൾജീരിയ എന്നീ രാജ്യങ്ങൾക്കൊപ്പമാണ് ഇപ്പോൾ സ്ഥാനം പങ്കിടുന്നത്. ഈ റാങ്കിംഗ് മെച്ചപ്പെട്ടതോടെ ഇന്ത്യൻ പൗരന്മാർക്ക് വിസയില്ലാതെയും അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ സംവിധാനം വഴിയും സന്ദർശിക്കാവുന്ന രാജ്യങ്ങളുടെ എണ്ണം 55ആയി ഉയർന്നു. വിദേശയാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് ഇത് സോളാർ കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലും CSR ഫണ്ടിന്റെ പേരിൽ കോടികൾ തട്ടിയതായുള്ള നിർണായക വിവരങ്ങൾ ന്യൂസ് 18 കോയമ്പത്തൂരിലും മധുരയിലും പുതുച്ചേരിയിലുമാണ് സമ്മിറ്റുകൾ സംഘടിപ്പിച്ചത്. തമിഴ്നാട്ടിലെ പ്രമുഖ ട്രസ്റ്റുകളും മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റുകളും ഈ സമ്മിറ്റിൽ പങ്കെടുത്തു. മധുര സമ്മിറ്റിൽ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു മുഖ്യാതിഥി.
പണം നഷ്ടമായവരിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടുന്നുവെന്നാണ് വിവരം. NHF-ന് ചെന്നൈയിലും ഓഫീസുണ്ട്. സമ്മിറ്റുകളുടെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. അതിനിടെ കാക്കനാട്ടെ ബിജു രാധാകൃഷ്ണന്റെ മെറിഡിയൻ പ്രോജക്ട്സ് പ്രൊഫഷണൽസ് ഒഴിയാൻ കെട്ടിട ഉടമ നോട്ടീസ് നൽകി. ബിജു രാധാകൃഷ്ണന്റെ തട്ടിപ്പ് സംബന്ധിച്ച ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയാണ് ഉടമയുടെ നടപടി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണൻ കേരളത്തിനു പുറമെ തമിഴ്നാട്ടിലും വലിയ തോതിൽ തട്ടിപ്പ് നടത്തിയെന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. ചെന്നൈയിൽ ഒരു പ്രത്യേക ഓഫീസ് തുറന്നിരുന്നു. ഒപ്പം കോയമ്പത്തൂരിലും മധുരയും അടക്കമുള്ള ഇടങ്ങളിലും ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്നു. പ്രധാനമായും ഈ CSR സമ്മിറ്റുകൾ എന്ന പേരിൽ വലിയ യോഗങ്ങൾ സംഘടിപ്പിച്ചാണ് ആളുകളെ ഇവിടേക്ക് ആകർഷിച്ചുകൊണ്ടിരുന്നത്. പോണ്ടിച്ചേരിയിലാണ് ആദ്യ CSR സമ്മിറ്റ് നടത്തിയത്. അവിടെ സൗജന്യമായാണ് ഈ ട്രസ്റ്റുകളുടെ ഭാരവാഹികൾ, മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയുടെ ഭാരവാഹികൾ എന്നിവർക്ക് പ്രവേശനം നൽകിയത്. എന്നാൽ പിന്നീട് മധുരയിലേക്കും കോയമ്പത്തൂരിലേക്കും എത്തുമ്പോൾ പണം വാങ്ങിയാണ് ഈ സബ്മിറ്റിലേക്ക് ഈ ട്രസ്റ്റ് ഉടമകളായ ആളുകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നത്. 5000 രൂപ നിരക്കിലാണ് വൻകിട ഹോട്ടലുകളിൽ ഈ ചടങ്ങ് നടത്തുകയും ചെയ്ത് ഈ ചടങ്ങിന് ശേഷമാണ് പിന്നീട് നിരവധി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെയും മെഡിക്കൽ കോളേജിൻ്റെയും ഒക്കെ ഭാരവാഹികളെ സമീപിക്കുകയും അവർക്ക് വലിയ തോതിൽ CSR ഫണ്ട് നൽകാം എന്ന് ചൂണ്ടിക്കാട്ടി അവരിൽ നിന്നും പണം വാങ്ങുകയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ പണം നഷ്ടപ്പെട്ട ചില ആളുകൾ ഇതിനകം തന്നെ നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ബിജുവുമായി ഇവർ ബന്ധപ്പെടാൻ ശ്രമിക്കുമെങ്കിലും സ്വിച്ച് ഓഫ് ആണ് എന്ന മറുപടിയാണ് ലഭിക്കുന്നത്. ബിജുവിൻ്റെ മറ്റ് ജീവനക്കാരെയും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുവെങ്കിലും ഇത്തരത്തിൽ ലഭ്യമാവുന്നില്ല എന്ന മറുപടി തന്നെയാണ് ലഭിക്കുന്നത്. എന്തായാലും കേരളത്തിൽ സമാനമായ രീതിയിൽ തന്നെ വലിയ തട്ടിപ്പ് തമിഴ്നാട്ടിലും ബിജു നടത്തിയെന്ന കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഈ വിവരങ്ങൾ പുറത്തു വരുന്നതിനിടെയാണ് മെറിഡിയൻ പ്രോജക്ട് പ്രൊഫഷണൽസ് എന്ന കാക്കനാട്ട് റെക്ക ക്ലബിനടുത്തുള്ള സ്ഥാപനത്തിൽ നിന്നും ഒഴിയണമെന്ന് കാട്ടി സ്ഥലമുടമ അല്ലെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ ഉടമ ബിജുവിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഒരു മെഡിക്കൽ കോളേജുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കൺസൾട്ടൻസി സ്ഥാപനം എന്ന രീതിയിലാണ് കെട്ടിടം വാടകയ്ക്കെടുത്ത്. പക്ഷേ ഈ സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയും ഇത്രമേൽ ക്രിമിനൽ കേസുകളിൽ അകപ്പെട്ടിട്ടുള്ള ആളുമായ ബിജു രാധാകൃഷ്ണനായിരുന്നു ഈ ബിൽഡിംഗ് വാങ്ങിയതെന്ന് തങ്ങൾക്ക് അറിയില്ല എന്ന് കെട്ടിടത്തിൻ്റെ ഉടമ നേരത്തെ തന്നെ പറയുകയും ചെയ്തു. ബിജുവും നിഷ കെ പീറ്ററും ചേർന്നാണ് ഈ കെട്ടിടം വാങ്ങിയത്. മെറിഡിയൻ എന്ന സ്ഥാപനവും നിഷ കെ പീറ്ററുടെ ഉടമസ്ഥയിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കെട്ടിടം ഒഴിയാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ തട്ടിപ്പിന് ഇരയായി പണം നഷ്ടപ്പെട്ട ആളുകൾ റിൽഷാദ് കടവന്ത്ര പോലീസിൽ നേരത്തെ പരാതി കൊടുത്തിരുന്നു. മുഖ്യമന്ത്രിക്കും DGPക്കും ഉള്ള നിവേദനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ സ്റ്റേഷനിൽ നേരിട്ട് പരാതി നൽകുകയും ഉദ്യോഗസ്ഥർ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. മറ്റൊരു മലയാളിയായ പണം നഷ്ടപ്പെട്ട ഏലിയാസും ഇത്തരത്തിൽ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ അടിയന്തര നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. തമിഴ്നാട്ടിൽ ബിജുവിന് പണം നൽകിയ ചില ആളുകൾ ഈ കറൻസിക്ക് അപ്പുറം അക്കൗണ്ട് വഴി പണം നൽകിയവരും റെസിപ്റ്റ് വാങ്ങി പണം നൽകിയ ആളുകൾക്കുമുണ്ട്. അങ്ങനെയുള്ള ആളുകളും ബിജുവിനെ ഒരിക്കൽ കൂടി കണ്ട ശേഷം നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പരാതിക്കാർ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. തൃശൂരിൽ കലാപൂരം. കലോത്സവത്തിലെ ഏറ്റവും മനോഹരമായ വേദികളിലൊന്നാണ് യക്ഷഗാനവേദി. ആൺകുട്ടികൾ മാത്രം കൈയടക്കിയിരുന്ന യക്ഷഗാനവേദി ഇപ്പോൾ പെൺകുട്ടികളുടേത് കൂടിയാണ്. താങ്ങാവുന്നതിലധികം ഭാരവും തലയിലേറ്റി മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഈ കുട്ടികൾ അരങ്ങിലെത്തുന്നത്. യക്ഷഗാനവേഷം കെട്ടി കുട്ടികൾ അരങ്ങിലെത്തിയാൽ പിന്നെ കാണുന്നത് ബാലിയെയും രാവണനെയും രാമനെയും ജാനകിയെയും. കൂട്ടത്തിൽ അല്പം തലക്കനം കൂടുതൽ രാവണനാണ്. കഥാപാത്രത്തിന്റേതല്ല. ഈ ധരിച്ചിരിക്കുന്ന കിരീടത്തിന് 10 കിലോയെങ്കിലും ഭാരമുണ്ടാകും. അത്രയും ഭാരം തലയിൽ വെച്ച് തന്റെ ഊഴത്തിനായുള്ള രാവണന്റെ കാത്തിരിപ്പ്. ഇങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയോ? പറ്റി. എത്ര കിലോ ഉണ്ടാവും? 10 കിലോ ഉണ്ടാവും. 10 കിലോ ഉണ്ടാവും. ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അതെ. കുഴപ്പമില്ല, അത് എൻ്റെ ആദ്യത്തെ പ്രാവശ്യമാണ്. കുഴപ്പമില്ല, നല്ലോണം കളിക്കാൻ പറ്റി. കഥാപാത്രം ആയപ്പോഴത്തേക്ക് ഈ ഭാരമൊക്കെ മറന്നു അല്ലേ? ആ,
ഇത് സത്യം പറഞ്ഞാൽ നല്ല വെയിറ്റുള്ള കിരീടമാണ്. വെക്കുമ്പോൾ ആദ്യം നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുമെങ്കിലും പിന്നെ നമ്മൾ കളിച്ച ക്യാരക്ടറിലേക്ക് വരുമ്പോൾ വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പിന്നെ ജില്ലയിലൊക്കെ ഇത് വെച്ച് ശീലമായോണ്ട് വലിയ കുഴപ്പമില്ല. കലയോടുള്ള ഇഷ്ടം കൊണ്ട് വേദനകളും മറക്കും. ആൺകുട്ടികൾ മാത്രം കൈയടക്കിയിരുന്ന യക്ഷഗാനവേദി ഇപ്പോൾ പെൺകുട്ടികളുടെയും കൂടിയായതിന്റെ സന്തോഷവും പങ്കുവയ്ക്കാൻ മറന്നില്ല. നല്ല വെയിറ്റ് ഉണ്ട്, മുറുക്കിയാണ് ഇതെല്ലാം കെട്ടിയിരിക്കുന്നത്. വേദന ഉണ്ടോ? ചെറുതായിട്ടുണ്ട്. ഈ തലയിൽ വെക്കുന്ന കിരീടം അതിലാണ് ഏറ്റവും കൂടുതൽ വേദന. അതെ, നമുക്ക് ഇവിടെ ഒരു സാധനം ഇങ്ങനെ ടൈറ്റിൽ കെട്ടും, അതിനാണ് കുറച്ച് നല്ല വേദന ഉള്ളത്. പിന്നെ കിരീടം വെക്കുമ്പോ കിരീടത്തിന് വെയിറ്റ് ഉണ്ട്. ന്യൂസ് 18 തൃശൂർ. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണിപ്പോൾ പുരോഗമിക്കുന്നത്. കണ്ണൂരും കോഴിക്കോടുമാണ് മത്സരത്തിൽ മുന്നിലുള്ളത്. 614 പോയിന്റുമായി കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനത്ത്, 600 പോയിന്റുമായി കോഴിക്കോട് രണ്ടാം സ്ഥാനത്ത്, 598 പോയിന്റുമായി തൃശൂർ മൂന്നാം സ്ഥാനത്താണ്. നിർവിശങ്കം വല്ലി സേചനം ചെയ്യുവാൻ ചൊല്ലുമോ നിർവിശങ്കം അനുരൂപഘടവുമായി അനുകാലം നനയ്ക്കുവാൻ അനുസഞ്ചാരിണിമാരെ ജനകാ. മലപ്പുറം കരുവാരക്കുണ്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം കാണാതായ പെൺകുട്ടിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 14-കാരിയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. റെയിൽവേ ട്രാക്കിന് സമീപമുള്ള കുറ്റിക്കാട്ടിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് +1 വിദ്യാർത്ഥിയായ 16-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആദ്യം അറിയില്ലെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് 16-കാരനായ പ്രതി കുറ്റം സമ്മതിച്ചത്. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തുവെന്ന് പ്രതി സമ്മതിച്ചതായാണ് സൂചന. സ്കൂൾ യൂണിഫോമിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇരു കൈകളും പിറകിലോട്ട് കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണി തൊട്ടാണ് കുട്ടിയെ കാണാതായത്. തുടർന്ന് അമ്മ കരുവാരക്കുണ്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. മംഗളൂരു ബെൽത്തങ്ങാടിയിൽ 15-കാരനെ ദുരൂഹ സാഹചര്യത്തിൽ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. മരിച്ച സുമന്തിന്റെ തലയിൽ വാൾ പോലുള്ള ആയുധം കൊണ്ടുള്ള 3 മുറിവുകളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. കുട്ടിയെ പുള്ളിപ്പുലി ആക്രമിച്ചതായിരിക്കാമെന്ന് നാട്ടുകാർക്കിടയിൽ അഭ്യൂഹമുണ്ടായിരുന്നു. സംഭവത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. ബെൽത്തങ്ങാടിയിലെ 15-കാരന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. മരണപ്പെട്ട സുമന്തിന്റെ തലയിൽ 3 മുറിവുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട്. വാൾ പോലുള്ള ആയുധം കൊണ്ടാണ് വെട്ടേറ്റതെന്നാണ് നിഗമനം. കുളത്തിൽ വീണ കുട്ടി പിന്നീട് ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതോടെ മരിച്ചുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മംഗളൂരുവിലെ ജില്ലാ വെൻലോക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ആയുധം കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച് കുളത്തിൽ തള്ളിയതാകാമെന്നും സംശയിക്കുന്നു. ആദ്യം കുട്ടിയെ പുള്ളിപ്പുലി ആക്രമിച്ചതായിരിക്കുമെന്ന് നാട്ടുകാർക്കിടയിൽ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ബുധനാഴ്ച പുലർച്ചെയാണ് സുമന്തിനെ ദുരൂഹ സാഹചര്യത്തിൽ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടത്. ഒടിനാല സാമ്പോലിയയിലുള്ള വീടിനടുത്തുള്ള കുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുലർച്ചെ ധനുപൂജയിൽ പങ്കെടുക്കാൻ വീട്ടിൽ നിന്നിറങ്ങിയ സുമന്തിനെ കാണാതാവുകയായിരുന്നു. കുളത്തിന് സമീപത്ത് രക്തക്കറ കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. സുമന്തിന്റെ മൃതദേഹം കണ്ടെത്തിയ കുളവും പരിസരവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. ബെൽത്തങ്ങാടി ഡെപ്യൂട്ടി SP CK രോഹിണിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച വേണൂർ, ബെൽത്തങ്ങാടി, പുഞ്ചൽക്കട്ടെ, ധർമ്മസ്ഥല എന്നീ സ്റ്റേഷനുകളിലെ പോലീസ് സംഘമാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് മംഗലം ഡാമിൽ അയൽവാസിയുടെ വെട്ടേറ്റ് കുടുംബനാഥൻ മരിച്ചു. തളികക്കല്ല് ഉന്നതിയിലെ രാജാമണിയാണ് അയൽവാസിയായ രാഹുലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച രാത്രി 9 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. വീടിന് സമീപത്ത് വെച്ച് കൊടുവാൾ കൊണ്ട് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. രാജാമണിയുടെ മകളും രാഹുലും തമ്മിലുള്ള ബന്ധം ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് മംഗലം ഡാം പോലീസ് അറിയിച്ചു. കൃത്യത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് പിന്നീട് പിടികൂടി.
കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവാവിനെ അച്ഛനും ചേട്ടനും ചേർന്ന് തലയ്ക്കടിച്ചു കൊന്നു. സൊസൈറ്റി മുക്ക് സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത്. ഇയാൾ മാനസിക രോഗിയാണ്. അച്ഛൻ രാമകൃഷ്ണൻ, സഹോദരൻ സന്നൽ എന്നിവരെ ശാസ്താംകോട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടുക്കി അടിമാലിയിൽ മധ്യവയസ്കന്റെ മൃതദേഹം അഴുകിയ നിലയിൽ. 2 ആഴ്ചയോളം പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി പാപ്പച്ചനാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരമാണ് നിർമ്മാണത്തിലിരിക്കുന്ന ബഹുനില കെട്ടിടത്തിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുന്നത്. പോലീസ് പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി. മരണകാരണം വ്യക്തമായിട്ടില്ല. പാലക്കാട്ട് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ചികിത്സാ പിഴവ് സമ്മതിച്ച ആശുപത്രി അധികൃതർ. അന്വേഷണത്തിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ കുടുംബത്തിന് നൽകിയ നോട്ടീസിലാണ് പിഴവ് സമ്മതിക്കുന്നത്. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം കുട്ടിയുടെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. കഴിഞ്ഞ സെപ്റ്റംബർ 24-നാണ് കളിക്കുന്നതിനിടെ വീണ് കുട്ടിയുടെ വലതു കൈക്ക് പരിക്കേറ്റത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ വെച്ച് കൈക്ക് പ്ലാസ്റ്റർ ഇട്ട് വിട്ടെങ്കിലും പിന്നീട് കൈയുടെ നിറം മാറുകയും അസഹനീയമായ വേദന അനുഭവപ്പെടുകയും ചെയ്തു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴാണ് അണുബാധ രൂക്ഷമായെന്നും കൈ മുറിച്ചു മാറ്റണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ജില്ലാ ആശുപത്രിയിൽ വെച്ച് മതിയായ പരിശോധനകളോ ചികിത്സയോ നൽകാത്തതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമായതെന്ന് കുടുംബം പോലീസിൽ പരാതി നൽകി. എന്നാൽ ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു അധികൃതരുടെ വാദം. സംഭവത്തിൽ തുടർ നടപടികളും ഉണ്ടായില്ല. ഇതോടെ ആരോപണം ശക്തമാക്കി കുടുംബം വീണ്ടും രംഗത്തെത്തി. പിന്നാലെയാണ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നിയോഗിച്ച വിദഗ്ധ സംഘം അന്വേഷണം നടത്തുന്നത്. അന്വേഷണത്തിന് ഹാജരാവണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ കുടുംബത്തിന് വിദഗ്ധ സംഘം നൽകിയ നോട്ടീസിലാണ് ആശുപത്രി അധികൃതർ ചികിത്സാ പിഴവ് സമ്മതിക്കുന്നത്. അന്വേഷണത്തിലൂടെ നീതി കിട്ടണമെന്ന് കുട്ടിയുടെ അമ്മ പ്രസീത പറഞ്ഞു. പാലക്കാട് നടന്നത് എല്ലാ സംഭവങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടണമെന്നാണ് ഞങ്ങൾ കൊടുത്തത്. എനിക്ക് ഭയങ്കര പേടിയുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ കിട്ടുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല സാർ. ഞങ്ങളുടെ കൂടെ ആരുമില്ല. നല്ല നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. സത്യമായിട്ട് എനിക്ക് വളരെ പേടിയുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്. പല്ലശ്ശന സ്വദേശി വിനോദിന്റെ മകൾ വിനോദിനിക്കാണ് കൈ നഷ്ടമായത്. കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയതിന് പിന്നാലെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കുട്ടിയെ ചികിത്സിച്ച 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം വർക്കല പാപനാശത്ത് ശക്തമായ തിരയിൽപ്പെട്ട് തമിഴ്നാട് സ്വദേശി മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി രമേഷ് കുമാറാണ് മരിച്ചത്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ 3-അംഗ സംഘം രാവിലെയാണ് പാപനാശം ഏണിക്കൽ ബീച്ചിൽ കുളിക്കാൻ ഇറങ്ങിയത്. ശക്തമായ തിരയിൽപ്പെട്ട് പാറയിടുക്കിൽ കുടുങ്ങിയാണ് യുവാവ് മരിച്ചത്. ലൈഫ് ഗാർഡുകളും ബീച്ച് പോലീസും നാട്ടുകാരും യുവാവിനെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോയമ്പത്തൂരിൽ സ്വകാര്യ കമ്പനിയിലെ ക്വാളിറ്റി കൺട്രോളറായിരുന്നു മരിച്ച രമേഷ് കുമാർ. BJP അധികാരത്തിലെത്തിയ ശേഷം ആദ്യമായി തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുക 529 കോടി രൂപയുടെ പദ്ധതികൾ. റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള പദ്ധതികളുടെ ഉദ്ഘാടനമാണ് അന്നേ ദിവസം നടക്കുക. 6 പുതിയ ട്രെയിനുകളും അദ്ദേഹം പ്രഖ്യാപിക്കും. ഇതിൽ 4 എണ്ണം കേരളത്തിനും 2 എണ്ണം തമിഴ്നാടിനുമാണ്. തിരുവനന്തപുരം താമ്പരം, നാഗർകോവിൽ മംഗളൂരു, തിരുവനന്തപുരം ഹൈദരാബാദ്, ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ എന്നിവയാണ് കേരളത്തിന് ലഭിക്കുക. നാഗർകോവിൽ ചാർലപ്പള്ളി, കോയമ്പത്തൂർ ധൻബാദ്, അമൃത് ഭാരത് എന്നിവയാണ് തമിഴ്നാടിനുള്ള ട്രെയിനുകൾ. ഷൊർണൂർ നിലമ്പൂർ പാത വൈദ്യുതീകരണം, ചെന്നൈ ബീച്ച്, ചെന്നൈ എഗ്മൂർ 4-ാം പാത എന്നിവയുടെ പ്രഖ്യാപനവും ഉണ്ടാവും. മഹാരാഷ്ട്രയിൽ മുംബൈ, താനെ, പൂനെ, നാഗ്പൂർ, നവി മുംബൈ എന്നിവ ഉൾപ്പെടെ 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ സംസ്ഥാനത്തുടനീളം BJP വിജയത്തിലേക്ക്. മുംബൈ കോർപ്പറേഷനിൽ 26 വർഷങ്ങൾക്ക് ശേഷം താക്കറെ ഭരണം അവസാനിപ്പിച്ച് BJP സഖ്യം കേവല ഭൂരിപക്ഷത്തിലേക്ക് കടന്നു. മഹാരാഷ്ട്ര മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലെ ഗംഭീര വിജയത്തിന് വോട്ടർമാർക്കും BJP പ്രവർത്തകർക്കും നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് രംഗത്തെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പാർട്ടി വീണ്ടും ചരിത്രം സൃഷ്ടിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ നിലപാട് മയപ്പെടുത്തി അമേരിക്ക. തൽക്കാലം ഇറാനിലേക്ക് ആക്രമണം വേണ്ട എന്ന നിലപാടിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്. ആക്രമണ പദ്ധതി മരവിപ്പിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനോട് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. റഷ്യയുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ മുന്നറിയിപ്പ് ഇക്കാര്യത്തിൽ US-നുണ്ടായിരുന്നു. ഇറാനിൽ ആക്രമണം ഉണ്ടായാൽ വലിയ യുദ്ധത്തിലേക്ക് പോകുമെന്ന് റഷ്യ ശക്തമായ ഭാഷയിലാണ് അമേരിക്കയെ അറിയിച്ചത്. കൂടാതെ പല രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന US എയർബേസുകൾ തങ്ങൾക്ക് ഈസി ടാർഗറ്റുകളാണെന്ന ഇറാന്റെ ഭീഷണിയുമുണ്ടായിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ട്രംപിന്റെ പിന്മാറ്റം. അതേസമയം 800 പ്രതിഷേധക്കാരുടെ വധശിക്ഷ ഇറാൻ മരവിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഏത് നിമിഷവും ഇറാനിലേക്ക് US ആക്രമണം ഉണ്ടാകുമെന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ട്രംപ് തത്കാലത്തേക്ക് പിന്മാറിയെന്ന വിവരം പുറത്തുവരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച ചെയ്ത ശേഷമാണ് ഇറാൻ ആക്രമിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് അമേരിക്ക പിന്മാറിയത്.
ഇറാനിലെ പ്രശ്നങ്ങൾ നയതന്ത്ര നീക്കത്തിലൂടെ പരിഹരിക്കാനാണ് യുഎസിന് താൽപ്പര്യമെന്നും സൈനിക നീക്കം ആഗ്രഹിക്കുന്നില്ലെന്നും US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചു. ആക്രമണ നീക്കം ഇരുഭാഗങ്ങളും മരവിപ്പിച്ചതോടെ ഖത്തറിലെ യുഎസിന്റെ വ്യോമതാവളമായ അൽ ഉദൈദിന് നൽകിയ സുരക്ഷാ മുന്നറിയിപ്പ് ഇളവ് ചെയ്തിട്ടുണ്ട്. 4 മണിക്കൂറോളം അടച്ചിട്ട ശേഷം ഇറാന്റെ വ്യോമപാതയും തുറന്നു. എന്നാൽ ഇപ്പോഴത്തെ നയതന്ത്ര നീക്കം താത്കാലികമാണെന്നും ഏതു നിമിഷവും കാര്യങ്ങൾ മാറിമറിഞ്ഞേക്കാമെന്നുമാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. റഷ്യയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ മുന്നറിയിപ്പ് ഇക്കാര്യത്തിൽ യുഎസിനുണ്ടായിരുന്നു. ഇറാനിൽ ആക്രമണമുണ്ടായാൽ വലിയ യുദ്ധത്തിലേക്ക് പോകുമെന്ന് റഷ്യ ശക്തമായ ഭാഷയിലാണ് അമേരിക്കയെ അറിയിച്ചത്. കൂടാതെ പല രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന US എയർബേസുകൾ തങ്ങൾക്ക് ഈസി ടാർഗറ്റുകളാണെന്ന് ഇറാന്റെ ഭീഷണിയുമുണ്ടായിരുന്നു. ഒരാക്രമണമുണ്ടായാൽ ഇറാന് റഷ്യയുടെ സഹായത്തോടെ യുഎസിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇക്കാര്യങ്ങളും പരിഗണിച്ചാണ് അമേരിക്കയുടെ പിന്മാറ്റം. അതേസമയം ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ UN രക്ഷാസമിതിയുടെ പ്രത്യേക യോഗം ആശങ്ക രേഖപ്പെടുത്തി. പ്രക്ഷോഭകർക്കിടയിൽ നുഴഞ്ഞുകയറിയ പുറം ശക്തികളാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി UN-ൽ അറിയിച്ചിട്ടുണ്ട്. പ്രതിഷേധക്കാരെ വധിക്കാൻ ഇറാൻ ഭരണകൂടം തീരുമാനിച്ചെന്ന വാർത്തകൾ തെറ്റാണെന്നും അറാഖ്ചി പറഞ്ഞു. 3 ആഴ്ചയോളമായി തുടരുന്ന ആഭ്യന്തര സംഘർഷത്തിൽ 2600ഓളം പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ തനിക്ക് ലഭിച്ച സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമ്മാനിച്ചു. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്കിടെയായിരുന്നു സംഭവം. മെഡൽ സ്വീകരിച്ച ട്രംപ് ട്രൂത്ത് സോഷ്യൽ വഴി നന്ദി രേഖപ്പെടുത്തി. ആദ്യമായാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊരീന മച്ചാഡോയും തമ്മിൽ നേരിട്ട് കാണുന്നത്. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. വെനസ്വേലയുടെ ചരിത്രപരമായ ദിനമെന്നാണ് മച്ചാഡോ ഇതിനെ വിശേഷിപ്പിച്ചത്. കൂടിക്കാഴ്ചയ്ക്കിടെ അവർ തനിക്ക് ലഭിച്ച സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ട്രംപിന് സമ്മാനിച്ചു. വെനസ്വേലയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനമെന്നാണ് വിശദീകരണം. It was given by General Lafayette as a sign of the brotherhood between the United States, the people of the United States and the people of Venezuela in their fight for freedom against tyranny. 2025 സമാധാനത്തിനുള്ള നൊബേലിന് താൻ അർഹനാണെന്ന് ഡൊണാൾഡ് ട്രംപ് പല ആവർത്തി പരസ്യമായി പ്രതികരിച്ചിരുന്നു. എന്നാൽ നൊബേൽ കമ്മിറ്റി മരിയ കൊരീന മച്ചാഡോയെയാണ് വിജയിയായി പ്രഖ്യാപിച്ചത്. ഇതിൽ US പ്രസിഡന്റ് കടുത്ത അതൃപ്തിയും രേഖപ്പെടുത്തിയതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതെല്ലാം സൗകര്യം പോലെ മറന്ന ട്രംപ് നൊബേൽ പുരസ്കാര മെഡൽ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. മരിയ കൊരീന മച്ചാഡോയെ കാണാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണെന്നും അവർ ഒരു അസാമാന്യ സ്ത്രീയാണെന്നും അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. നൊബേൽ പുരസ്കാരം നൽകിയതിൽ ട്രംപ് നന്ദിയും പറയുന്നുണ്ട്. ട്രംപിന് നൊബേൽ പുരസ്കാരം കൈമാറാൻ താൽപ്പര്യമുണ്ടെന്ന് മച്ചാഡോ കഴിഞ്ഞ ആഴ്ച തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്ന നൊബേൽ കമ്മിറ്റി ഒരിക്കൽ പുരസ്കാരം പ്രഖ്യാപിച്ചാൽ പിൻവലിക്കാനോ കൈമാറാനോ സാധിക്കില്ലെന്നറിയിച്ചതാണ്. എന്നാൽ ഈ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടായിരുന്നു മച്ചാഡോയുടെ നീക്കം. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഏതാനും US സെനറ്റർമാരെയും കണ്ട ശേഷമാണ് അവർ മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നൈപുണ്യ വികസനം അനിവാര്യമെന്ന് IT സ്പെഷ്യൽ സെക്രട്ടറി ശ്രീറാം സാംബശിവറാവു. സുസ്ഥിരമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ സാങ്കേതികവിദ്യയുടെ പങ്ക് നിർണായകമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സർക്കാരിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ICT അക്കാദമി ഓഫ് കേരള സംഘടിപ്പിച്ച 9ാമത് അന്താരാഷ്ട്ര കോൺക്ലേവ് ഇക്സൈറ്റ് 2026 ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിരവും ഈടുറ്റതുമായ ഭാവിക്ക് വേണ്ടിയുള്ള നൈപുണ്യ പുനർവിഭാവനം എന്ന പ്രമേയത്തിലാണ് കോൺക്ലേവ് നടന്നത്. ഗൂഗിൾ, AWS, IBM തുടങ്ങിയ ആഗോള കമ്പനികളുടെ നേതൃത്വത്തിൽ വർക്ക്ഷോപ്പുകൾ നടന്നു. മികച്ച പങ്കാളിത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ നോളജ് ഓഫീസർമാർക്കുമുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. നീണ്ടകര ക്യാൻസർ കെയർ സെന്ററിന് മൊബൈൽ ക്ലിനിക്ക് നൽകി സാന്ത്വനം കുവൈറ്റ്. സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ഭാഗമായാണ് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള മൊബൈൽ ക്ലിനിക് കൈമാറിയത്. രജത ജൂബിലി വർഷത്തിലൂടെ കടന്നുപോകുന്ന ഈ വർഷം 1/2 കോടി രൂപയുടെ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ടെന്നും അതിന്റെ ഭാഗമായി 25 അവയവമാറ്റ ശസ്ത്രക്രിയകൾക്ക് 1 ലക്ഷം രൂപ വീതവും ക്യാൻസർ ബാധിതരായ 25 കുട്ടികൾക്ക് 50,000 രൂപ വീതവും ചികിത്സാ സഹായവും കൂടാതെ 25 നിർധന വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പും നൽകുമെന്ന് സാന്ത്വനം ഭാരവാഹികൾ അറിയിച്ചു. ചവറ MLA സുജിത് വിജയൻ പിള്ള അധ്യക്ഷനായ ചടങ്ങിൽ NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. മൊബൈൽ ക്ലിനിക്കിന്റെ താക്കോൽ RCC മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ സജീദിന് സാന്ത്വനം കുവൈറ്റ് പ്രസിഡന്റ് ഔദ്യോഗികമായി കൈമാറി.
ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,145 രൂപ, പവന് 1,05,160 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 10,895 രൂപ, പവന് 87,160 രൂപ. വെള്ളി ഗ്രാമിന് 292 രൂപ, കിലോഗ്രാമിന് 2,92,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ഇനി പ്രൈം ഡിബേറ്റ് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.